ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി ലോകം. സംസ്ഥാനത്തെ DJ പാർട്ടികൾക്ക് കർശന നിയന്ത്രണം. രാത്രി മുഴുവൻ കർശന പരിശോധന. ന്യൂ ഇയർ ആഘോഷങ്ങൾ രാത്രി 10-ന് അവസാനിപ്പിക്കണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. സമാന്തര DCCയാണ് മറ്റത്തൂരിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നതെന്ന് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് നേതാക്കൾ. മറ്റത്തൂരിൽ അട്ടിമറി BJPയുടെ തലയിൽ കെട്ടിവെക്കേണ്ടെന്ന് BJP നേതാവ് A. നാഗേഷ്. വിഷയത്തിൽ പാർട്ടിയുടെ നിലപാടാണ് കൈക്കൊണ്ടതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. തൃശൂർ കിഴക്കേക്കോട്ടയിൽ ബേക്കറിയിൽ അഗ്നിബാധ. 2 പേർക്ക് പൊള്ളലേറ്റു. ഗ്യാസ് സിലിണ്ടറിലെ ചോർച്ചയാണ് തീപിടുത്തത്തിന് കാരണമെന്ന് സൂചന. ചാവക്കാട് ലഹരിക്കടത്ത് സംഘത്തെ പോലീസ് തടഞ്ഞു. ഒരാൾ പോലീസ് പിടിയിലായി. 2 പേർ രക്ഷപ്പെട്ടു. കനാലിൽ ചാടിയ ഒരാളെ കണ്ടെത്താനായില്ല. വിശദമായ വാർത്തകളിലേക്ക്. പുതുപ്രതീക്ഷകളുമായി നവവർഷം. 21-ാം നൂറ്റാണ്ടിന്റെ 25 വർഷം പിന്നിടുമ്പോൾ ഇന്നലകളുടെ ഓർമ്മ തുടിപ്പുകൾ തന്നെയാണ് നാളേക്കുള്ള കരുതൽ. ഈ മഞ്ഞുകാലത്തിന്റെ ചിറകിലുണ്ട് പുതുവർഷത്തിലേക്കുള്ള സ്വാഗതഗാനം. നന്മയും കരുണയും നിറയുന്ന ഐശ്വര്യസമൃദ്ധമായ ഒരു പുതുവത്സരം പരസ്പരം ആശംസിക്കാം. ശുഭപ്രതീക്ഷകളുടെ പൊൻകിരണങ്ങളുമായി പുതിയ പ്രഭാതങ്ങളിലേക്ക് മിഴി തുറക്കാം. ഒത്തൊരുമയുടെ വർണ്ണച്ചരടാണ് കേരളം എന്ന ദേശത്തെ കൂട്ടിപ്പിടിക്കുന്നത്. രാഷ്ട്രീയ ജാതി മത വ്യത്യാസങ്ങളുടെ അതിർവരമ്പുകളൊക്കെ നാടിനെ ചേർത്ത് പിടിക്കാൻ തടസ്സമായിട്ടില്ല. ഏതു പ്രതിസന്ധിയും അതിജീവിക്കാൻ നമുക്ക് കരുത്തുണ്ട്. സഹജീവി സ്നേഹത്തിന്റെ കാഹളം മുഴക്കി വേണം പുതുവർഷത്തിലേക്ക് ചുവടുവയ്ക്കാൻ. മാനവിക മൂല്യങ്ങളുടെ അടിത്തറയിലൂന്നി വേണം മുന്നോട്ടു പോകാൻ. പുതിയ കാലത്തിന്റെ കുളമ്പടിയൊച്ചകൾക്കൊപ്പമാണ് നമ്മുടെ സഞ്ചാരം. സമത്വബോധത്തിന്റെ, സാഹോദര്യ മനോഭാവത്തിന്റെ മഹത്തായ ആദർശങ്ങൾ എന്നും മുറുകെ പിടിക്കേണ്ടതുണ്ട്. ഒപ്പം പുതുകാലം നമുക്ക് മുന്നിൽ വയ്ക്കുന്ന വെല്ലുവിളികളെ അതിജീവിക്കുകയും വേണം. ഹൃദയാർദ്രമായ ഉണർത്തുപാട്ടുകളിലേക്ക് ഓരോ പ്രഭാതവും പൊട്ടിവിടരട്ടെ. മനസ്സിന്റെ പൂമുഖത്ത് 7 തിരിയിട്ട നിലവിളക്ക് കൊളുത്തി നമുക്ക് പുതിയ വർഷത്തെ വരവേൽക്കാം. നവവത്സര ആശംസകളോടെ ന്യൂസ് ഡെസ്ക് TCV. ന്യൂ ഇയർ ആഘോഷങ്ങൾ രാത്രി 10-ന് അവസാനിപ്പിക്കണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് മുൻപിൽ സംഘടിപ്പിക്കുന്ന ന്യൂ ഇയർ ആഘോഷ പരിപാടിയുടെ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂ ഇയർ ബന്ധപ്പെട്ട തൃശ്ശൂർ സിറ്റിയിൽ നമ്മൾ മോർ ദാൻ 45 പ്ലേസസിൽ കൃത്യമായിട്ട് പോലീസ് ചെക്കിംഗ് വെച്ചിട്ടുണ്ട്. വെഹിക്കിൾ ചെക്കിംഗ് പോയിന്റ് ഉൾപ്പെടെ പോയിന്റ്സിൽ പ്രോപ്പറായിട്ട് ബാരിക്കേഡ് വെച്ചിട്ട് പോലീസ് ചെക്കിംഗ് നടക്കുകയാണ്. തൃശ്ശൂർ സിറ്റി ലിമിറ്റിൽ തന്നെ 10-ന്റെ മേളിൽ പ്ലേസസിൽ നമ്മൾ പോലീസുകാരെ വെച്ചിട്ട് പ്രോപ്പർ ചെക്കിംഗ് നടക്കുന്നുണ്ട്. പിങ്ക് പെട്രോളിംഗ് ഉൾപ്പെടെ വനിതാ സുരക്ഷ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ ന്യൂ ഇയർ വളരെ പീസ്ഫുള്ളായിട്ട് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുക. ആ സമയത്ത് മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ മദ്യപിച്ചിട്ട് ബഹളമോ വിഷു ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. പ്ലീസ് ഇൻഷുർ ദാറ്റ് യു ഫോളോ ദ ബേസിക് സേഫ്റ്റി ആൻഡ് ട്രാഫിക് റൂൾ ആൻഡ് സെലിബ്രേറ്റ് ദിസ് ന്യൂ ഇയർ ഹാപ്പിലി. അതിൻ്റെ കൂടെ തന്നെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ പോലീസ് നമ്പർ 112 വിളിച്ച് പറയണം. അടുത്തുള്ള പോലീസ് സ്റ്റേഷനുള്ള നമ്പറും ഇല്ലെങ്കിൽ 112 വിളിച്ച് എല്ലാ ആൾക്കാരും അറിയിക്കുക. തൃശ്ശൂർ സിറ്റിയും ചാവക്കാട് ബീച്ച് പരിസരത്തിൽ നമ്മൾ എല്ലാ പ്രോപ്പർ ഡിപ്ലോയ്മെൻറ്റ് ഉൾപ്പെടെ സ്ട്രൈക്കർ പാർട്ടി വെച്ചിട്ടുണ്ട്. സോ വി ആർ ഇൻഷുറിംഗ് ദാറ്റ് ഓൾ ദ പ്രോപ്പർ പ്രിക്കോഷൻസ് ആർ ഓൾറെഡി ടേക്കൺ. Already anti-sabotage check and other checking is done on the most of the venues, and we request all the organizers that to strictly follow the timeline and the guidelines given by the local police and ensure that this new year is celebrated peacefully. I wish all the people very happy new year. Thank you.
ജില്ലയിൽ 45 ഇടങ്ങളിലും തൃശൂർ നഗരത്തിൽ 10 ഇടങ്ങളിലും പരിശോധന ശക്തമാക്കും. ചാവക്കാട് ഉൾപ്പെടെ ബീച്ചുകളിൽ പോലീസ് നിരീക്ഷണമുണ്ടായിരിക്കും. ന്യൂ ഇയർ ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് സംവിധാനം ഒന്നടങ്കം ജാഗരൂകരായിരിക്കും. ക്രമസമാധാനത്തിന് ഭംഗം വരുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തും. ന്യൂ ഇയർ ആഘോഷങ്ങൾ അതിരുവിടാതെ സമാധാനപരമായി നടത്തണമെന്നും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ 112 എന്ന നമ്പറിൽ പോലീസ് സഹായത്തിന് ബന്ധപ്പെടാമെന്നും കമ്മീഷണർ പറഞ്ഞു. DCCയെ മാനിക്കാതെ സമാന്തര DCCയാണ് മറ്റത്തൂരിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നതെന്ന് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. കോൺഗ്രസ് പുറത്താക്കിയ TM ചന്ദ്രനെ സംരക്ഷിക്കുന്നത് ജോസ് വള്ളൂരാണെന്നും ഇവർ കുറ്റപ്പെടുത്തി. വർഷങ്ങളായി ഇവിടെ മണ്ഡലം കമ്മിറ്റി പ്രവർത്തിക്കുന്നില്ലെന്നും വൻ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടെന്നും സംശയിക്കുന്നതായി ഇവർ ആരോപിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുമായ ശാലിനി ജോയ്, പുതുക്കാട് ബ്ലോക്ക് സെക്രട്ടറി നൌഷാദ് കല്ലുപറമ്പിൽ, പുതുക്കാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി VV പിയൂസ്, മറ്റത്തൂർ പഞ്ചായത്ത് കോൺഗ്രസ് പ്രവർത്തക തങ്കമണി മോഹനൻ, മുൻ പഞ്ചായത്ത് അംഗം ബെന്നി തുണ്ടുകൽ എന്നിവർ പങ്കെടുത്തു. മറ്റത്തൂർ അട്ടിമറി BJPയുടെ തലയിൽ കെട്ടിവെക്കേണ്ടത് BJP എറണാകുളം മേഖലാ പ്രസിഡന്റ് A. നാഗേഷ്. BJP നൽകിയ പിന്തുണ കോൺഗ്രസിനല്ല, കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചെത്തിയ പഞ്ചായത്ത് അംഗങ്ങൾക്കാണ് പിന്തുണ നൽകിയത്. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച കത്ത് BJPക്ക് കിട്ടി, അതിനുശേഷമാണ് പിന്തുണ നൽകിയതെന്ന് നാഗേഷ് പറഞ്ഞു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിനെയോ CPMനെയോ പിന്തുണയ്ക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറായിട്ടില്ല. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് അംഗങ്ങൾ രാജിക്കത്ത് നൽകിയതിന് ശേഷമാണ് ഭാരതീയ ജനതാ പാർട്ടി സ്വതന്ത്രാംഗത്തെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ പിന്തുണച്ചിട്ടുള്ളത്. ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ എതിരായി പറയുന്ന ആളുകൾ ഈ അംഗങ്ങൾ പ്രസിഡന്റായതിനു ശേഷം അധികാരം പങ്കിടാനോ അതിലേതെങ്കിലും സ്ഥാനമാനങ്ങൾ ആവശ്യപ്പെടാനോ അവരെ BJPയിലേക്ക് ക്ഷണിക്കാനോ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറായിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPMുമായി യാതൊരു ധാരണയ്ക്കും തയ്യാറല്ല. 25 വർഷക്കാലത്തെ മറ്റത്തൂരിലെ ആ ധൂർത്ത് ഭരണം അവസാനിപ്പിക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടി സ്വതന്ത്രന്മാരെ പിന്തുണച്ചത്. മറ്റത്തൂർ പഞ്ചായത്ത് വിഷയത്തിൽ പാർട്ടിയുടെ നിലപാടാണ് കൈക്കൊണ്ടതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുണ്ടെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. മറ്റത്തൂരിൽ തക്ക സമയത്ത് അച്ചടക്ക നടപടികൾ കൈക്കൊണ്ടു. സമാനമായ രീതിയിലാണ് പാറളത്തും ചൊവ്വന്നൂരിലും നടപടിയെടുത്തത്. വല്ലച്ചിറയിൽ BJP അംഗം വോട്ട് അസാധുവാക്കിയതുകൊണ്ടാണ് CPM അംഗം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. വല്ലച്ചിറയിലെ പ്രസിഡന്റിനെ രാജിവെപ്പിക്കാൻ CPM തയ്യാറാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. പാർട്ടിയുടെ നയങ്ങൾക്ക് വിപരീതമായി അവിടുത്തെ കോൺഗ്രസ് അംഗങ്ങൾ പ്രവർത്തിച്ച സാഹചര്യത്തിൽ അന്നേരം തന്നെ അതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും DCC ജനറൽ സെക്രട്ടറി, മണ്ഡലം പ്രസിഡന്റ്, ആ അംഗങ്ങളെല്ലാവരെയും ഞങ്ങൾ പാർട്ടിയിൽ നിന്നും നടപടിയെടുത്ത് പുറത്താക്കിയിട്ടുണ്ട്. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ജയിച്ചവരോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. സമാനമായ രീതിയിലാണ് ചൊവ്വന്നൂരിലും പാറളത്തും ഞങ്ങൾ നടപടി സ്വീകരിച്ചത്. എന്നാൽ സമാനമായ രീതിയിൽ നടന്ന വല്ലച്ചിറ പഞ്ചായത്തിൽ 6 സീറ്റുകൾ വീതമാണ് BJPക്കും CPMനും. അവിടെ LDFന്റെ 6 സീറ്റും NDAയുടെ 6 സീറ്റും അടക്കം അന്ന് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിൽ BJPയുടെ 1ാം വാർഡ് മെമ്പർ അനിത ശൈലേന്ദ്രൻ അവരുടെ വോട്ട് അസാധുവായി മാറി. അത് ഞങ്ങൾ പറയുന്നത് അത് CPMുമായുള്ള ഒത്തുകളിയാണ്. അത് BJP സ്വമേധയാ ഒരു വോട്ട് അസാധുവാക്കി CPMനെ വിജയിപ്പിച്ച സാഹചര്യത്തിൽ ഈ ആദർശം പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും എത്രയും വേഗം വല്ലച്ചിറ പഞ്ചായത്തിലെ പ്രസിഡന്റിന്റെ സ്ഥാനം രാജിവെപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന വിഭാഗീയതയുടെയും തെറ്റായ ചില പ്രവണതകളുടെയും ഫലമാണ് മറ്റത്തൂരിലുണ്ടായ സംഭവ വികാസങ്ങളെന്ന് കോൺഗ്രസ് പുറത്താക്കിയ TM ചന്ദ്രൻ പറഞ്ഞു. റോജി ജോൺ MLAയുമായി നടത്തിയ ചർച്ചയിലൂടെ പാർട്ടി നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിയിൽ കുറെ നാളുകളായി നിലനിൽക്കുന്ന വിഭാഗീയതയുടെയും അതുപോലെ തന്നെ തെറ്റായ ചില പ്രവണതകളുടെയും അടിസ്ഥാനത്തിലാണ് മറ്റത്തൂരിൽ ഈ സംഭവ വികാസങ്ങൾ മുഴുവൻ ഉണ്ടാകാൻ കാരണമെന്ന് ഞങ്ങൾക്ക് പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പോൾ അതിനനുസൃതമായ ചർച്ചകളും നടപടികളും ഉണ്ടാകും എന്നാണ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു ക്രിയാത്മകമായ നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്നത് എങ്കിൽ രാജി വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടി തീരുമാനങ്ങൾക്കും വഴങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് വ്യക്തമായി പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. അത്തരമൊരു അവസ്ഥയിലേക്ക് പാർട്ടിയെ കൊണ്ട് എത്തിച്ചത് DCC പ്രസിഡന്റ്,
ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പാർട്ടിയിലെ നേതാക്കന്മാരാണ്. ആ നേതാക്കളുടെ തെറ്റായ നടപടികളാണ് ഇത്തരം അവസ്ഥയിലേക്ക് എത്തിച്ചത്. പാർട്ടിക്ക് എത്രയേറെ അവമതിപ്പ് ഉണ്ടാക്കിയ ഈ വിഷയത്തിൽ ഇപ്പോഴും ജില്ലാ പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ഒക്കെ വളരെ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സിറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സിറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്. ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. അന്നത്തെ മാർക്കറ്റ് വിലയേക്കാൾ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് 1000 രൂപ അധികം നേടി. സ്വർണം മാറ്റി വാങ്ങുവാനുള്ള ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തൃശൂർ കിഴക്കേക്കോട്ടയിൽ ബേക്കറിയിൽ അഗ്നിബാധ, 2 പേർക്ക് പൊള്ളലേറ്റു. കിഴക്കുംപാട്ടുകര സ്വദേശി ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള പാമ്പം കട എന്ന ബേക്കറിലാണ് അഗ്നിബാധയുണ്ടായത്. ജീവനക്കാരായ വർഗീസ്, ഗീത എന്നിവർക്കാണ് പൊള്ളലേറ്റത്. ഗ്യാസ് സിലിണ്ടറിലെ ചോർച്ചയാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. വെള്ളമുണ്ട്. ചാവക്കാട് സിനിമ സ്റ്റൈലിൽ പോലീസ് കീഴടക്കിയ പ്രതികളിലെന്ന് പോലീസ് പിടികൂടിയത് 21 കിലോ കഞ്ചാവ്. കഞ്ചാവ് കടത്തിലെ പ്രധാന കണ്ണിയായ മടപ്രാവ് അനൂപിനെ പോലീസ് തിരയാൻ തുടങ്ങി നാളുകളേറെയായി. ഒഡീഷയിൽ ബന്ധങ്ങളുള്ള അനൂപ് മുൻപും വലിയ രീതിയിൽ കഞ്ചാവ് കടത്തുന്ന ആളാണെന്ന് പറയുന്നു. ഒഡീഷയിൽ നിന്ന് കഞ്ചാവുമായി കോയമ്പത്തൂരെത്തി അവിടെ നിന്ന് പൊള്ളാച്ചി വഴി ആലത്തൂരിൽ നിന്ന് പൊന്നാനി വഴി കടക്കുന്നതിനിടയിലാണ് ഡാൻസ് ഓഫ് സംഘം പിന്തുടരുന്നത്. അനൂപിനെ പിടികൂടുന്നതിനിടയിൽ 2 പോലീസുകാർക്ക് പരിക്കുപറ്റിയിരുന്നു. ജില്ലയിലെ വിവിധയിടങ്ങളിൽ വിൽപ്പന നടത്താനായിരുന്നു ഉദ്ദേശം. കാഞ്ഞാണി സെന്ററിൽ ഗതാഗത കുരുക്കും അപകടങ്ങളും പതിവാകുന്നു. പരിഹാര നടപടികളില്ലാതെ നിയമപാലകർ. ഇടുങ്ങിയ കാഞ്ഞാണി സെന്ററിൽ നിന്ന് അന്തിക്കാട്, വാടാനപ്പള്ളി, ഗുരുവായൂർ, തൃശൂർ എന്നീ 4 ദിക്കുകളിലേക്കാണ് വാഹനങ്ങൾ ഇടതടവില്ലാതെ ഓടുന്നത്. പലപ്പോഴും ഗതാഗത നിയന്ത്രണത്തിന് പോലീസ് ഇല്ലാത്തതിനാലും മറ്റും കാഞ്ഞാണി സെന്ററിലും അനുബന്ധ റോഡുകളിലും ഗതാഗതക്കുരുക്ക് നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അന്തിക്കാട് റോഡിലൂടെ വന്ന ഒരു കാർ കാഞ്ഞാണി സെന്ററിലെ ജ്വല്ലറിയുടെ തെക്കേ ഭാഗത്തെ ഷട്ടറിലേക്ക് ഇടിച്ചു കയറിയാണ് നിന്നത്. അപകടത്തിൽപ്പെട്ട കാറിൽ മറ്റൊരു കാറും വന്നിടിച്ചു. 2 കാറിലുമുള്ള യാത്രക്കാർക്ക് നിസ്സാര പരിക്കേൽക്കുകയും ചെയ്തു. കടകളുടെ ഷട്ടറിൽ കാർ വന്നിടിച്ചുള്ള അപകടം ഇത് 3ാം തവണയാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 18 രാത്രി കാറും 2 ബൈക്കുകളും കൂട്ടിയിടിച്ചിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 11 രാത്രി കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. ഇത്തരം സംഭവങ്ങൾ പതിവായത് യാത്രക്കാരിലും നാട്ടുകാരിലും ഏറെ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. കാഞ്ഞാണിയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിൻ്റെ കൂടി ഭാഗമായി ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് ഉടൻ പ്രവർത്തനം തുടങ്ങുമെന്ന് അന്തിക്കാട് പോലീസ് അറിയിച്ചിരുന്നുവെങ്കിലും ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല. TCV, തൃശൂർ. പുത്തൂർ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ഡ്രൈനേജ് നിർമ്മാണത്തിൽ നടക്കുന്ന അപാകതകൾ ചൂണ്ടിക്കാട്ടി നിർമ്മാണം തടഞ്ഞു. പുത്തൂർ പൗരസമിതി പ്രസിഡന്റ് ഹരിദാസ് മഠത്തിൽ, സെക്രട്ടറി BG ബാലൻ കള്ളാടത്തിൽ, വൈസ് പ്രസിഡന്റ് ഷിജി കള്ളാടത്തിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തടഞ്ഞത്. പൗരസമിതി പ്രവർത്തകരും പങ്കെടുത്തു.
പുത്തൂരിലെ BJP പ്രവർത്തകരായ സന്തോഷ് കാക്കനാട്ട്, TK ജയകുമാർ, കർഷക കോൺഗ്രസ് നേതാവ് മോഹനൻ കള്ളാടത്തിൽ, CPM പ്രവർത്തകനായ ഷലി കുറ്റിക്കാട്ടുപറമ്പിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയെ തുടർന്ന് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിച്ചതിനു ശേഷം മാത്രം തുടരാമെന്ന ധാരണയിൽ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, വാർഡ് മെമ്പർ MM സേതുമാധവൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കൊളീജിയേറ്റ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളത്ത് തുടക്കം. മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന കായികമേളയിൽ സർവകലാശാലയ്ക്കു കീഴിലെ 125ഓളം കോളേജുകളിൽ നിന്നുള്ള കായിക താരങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. 1500-ലേറെ കായിക താരങ്ങൾ പങ്കെടുക്കുന്ന മേളയിൽ പുരുഷ വനിതാ വിഭാഗങ്ങൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലും മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ജനുവരി 2-ന് കായികമേള സമാപിക്കും. എരവത്തൂരിൽ ഷോക്കേറ്റ് മരിച്ച ഒഡീഷ സ്വദേശിയോടൊപ്പം മീൻ പിടിച്ച സുഹൃത്തുക്കളെ വൈദ്യുതി മോഷണ കുറ്റത്തിന് മാള പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഒഡീഷ സ്വദേശി അജിത് ഷോക്കേറ്റ് മരിച്ചത്. സുഹൃത്തുക്കളും ഒഡീഷ സ്വദേശികളുമായ അമിത് ബത്ല, ടെലിസ്വർ കുല്ലു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. എരവത്തൂരിലെ ഫാമിലെ ജോലിക്കാരായി ആയിരുന്നു മരിച്ച അജിത് പന്നയും സുഹൃത്തുക്കളും. ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. ഷോക്കേറ്റ് പുറത്ത് അറിയിക്കാതിരിക്കാൻ അജിത് പന്നയെ മുറിയിൽ കൊണ്ടുകിടത്തുകയായിരുന്നു. പുലർച്ചെ പശുവിനെ കറക്കുന്നതിന് മറ്റൊരു തൊഴിലാളിയായ അമിത് ബിർള വിളിച്ചപ്പോഴാണ് അബോധാവസ്ഥയിൽ കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. കുന്നംകുളം കേച്ചേരിയിൽ മിനി ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. പാലക്കാട് കൂനമൂച്ചി കപ്പൂർ സ്വദേശികളായ കരുവാരക്കുന്നത്ത് വീട്ടിൽ ഷാഹിദ്, പത്തലിങ്ങൽ വീട്ടിൽ ഗഫൂർ, വൈക്കത്ത് വീട്ടിൽ മിഥിലാജ്, തൈപ്പറമ്പിൽ വീട്ടിൽ ഹനാൻ എന്നിവർക്കാണ് പരിക്ക്. വ്യാഴാഴ്ച പുലർച്ചെ 12:30-യോടെ ചിറനല്ലൂർ വില്ലേജ് ഓഫീസിനു സമീപമാണ് അപകടം. ഗുരുവായൂരിൽ നിന്ന് തുടർച്ചയായി 14-ാം വർഷവും കാൽനടയായി ശബരിമല ദർശനത്തിന് തിരിച്ച് അയ്യപ്പ ഭക്തർ. ഇരിങ്ങപ്പുറം സ്വദേശി കോണ്ടാശ്ശേരി ലോഹിതാക്ഷൻ, മനോഹരൻ, ജയപ്രകാശ് എന്നിവരാണ് ശബരിമല ദർശനത്തിന് തിരിച്ചത്. ലോഹിതാക്ഷൻ ഭാര്യ തങ്കം തുടർച്ചയായി 9-ാം വർഷവും ഇവരോടൊപ്പം കാൽനടയായി കൂടെയുണ്ട്. മുണ്ടൂർ അയ്യപ്പ ക്ഷേത്രത്തിലെത്തിയ ഇവരെ അയ്യപ്പ ഭക്ത സംഘം മാലയിട്ട് സ്വീകരിച്ചു. തിലകൻ, അശോകൻ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. കേരള NGO അസോസിയേഷൻ തൃശൂർ ടൗൺ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ കേരള NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MO ഡെയ്സൺ ഉദ്ഘാടനം ചെയ്തു.
മെഡിസപ്പ് പദ്ധതിയുടെ പ്രതിമാസ പ്രീമിയമായി നൽകുന്ന തുക വർദ്ധിപ്പിച്ച സർക്കാർ ഉത്തരവും പ്രീമിയത്തോടൊപ്പം GST ഈടാക്കാനുള്ള തീരുമാനവും പിൻവലിക്കണമെന്ന് കേരള NGO അസോസിയേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ലോൺ റിക്കവറി തുകയിൽ നിന്നും 2% തുക കമ്മീഷനായി ഈടാക്കാനുള്ള സർക്കാർ തീരുമാനവും പിൻവലിക്കണമെന്ന് MO ഡെയ്സൺ ആവശ്യപ്പെട്ടു. ബ്രാഞ്ച് പ്രസിഡന്റ് മൃദുൽ ചന്ദ്രൻ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി മോബിഷ് P. തോമസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TG രഞ്ജിത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് IV സെബാസ്റ്റ്യൻ, സൂരജ് K, ജസ്റ്റിൻ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാനും നിങ്ങൾ കണ്ടതെന്താണ്? ആ മെഡിക്കൽ റീംബേഴ്സ്മെന്റിന് മാറ്റിവെക്കുന്ന തുക സർക്കാരിന് ലാഭമായി വരുന്നു. ഈ മെഡിസെപ്പ് എന്ന് പറയുന്നത് വെറും ഒരു ഇടനിലക്കാരന്റെ റോളിലേക്ക് സർക്കാർ മാറിക്കൊണ്ട് പൂർണ്ണമായി സംഖ്യ നമ്മളിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന സമീപനമാണ് നമ്മൾ കണ്ടത്. എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കാർ? സാധാരണ ഓരോ ജീവനക്കാർക്കും അല്ലെങ്കിൽ സാധാരണക്കാർക്കൊക്കെ ഈ കേരളത്തിലായാലും ഈ ഇന്ത്യ രാജ്യത്തിലായാലെങ്കിലും ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളതാ. അപ്പോ ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,455 രൂപ, പവന് 99,640 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി ലോകം. സംസ്ഥാനത്ത് DJ പാർട്ടികൾക്ക് കർശന നിയന്ത്രണം. രാത്രി മുഴുവൻ കർശന പരിശോധന. ന്യൂ ഇയർ ആഘോഷങ്ങൾ രാത്രി 10-ന് അവസാനിപ്പിക്കണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. സമാന്തര DCCയാണ് മറ്റത്തൂരിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നതെന്ന് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് നേതാക്കൾ. മറ്റത്തൂർ അട്ടിമറി BJPയുടെ തലയിൽ കെട്ടിവെക്കേണ്ടെന്ന് BJP നേതാവ് A. നാഗേഷ്. വിഷയത്തിൽ പാർട്ടിയുടെ നിലപാടാണ് കൈക്കൊണ്ടതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് രാജൻ. തൃശൂർ കിഴക്കേക്കോട്ടയിൽ ബേക്കറിയിൽ അഗ്നിബാധ. 2 പേർക്ക് പൊള്ളലേറ്റു. ഗ്യാസ് സിലിണ്ടറിലെ ചോർച്ചയാണ് തീപിടുത്തത്തിന് കാരണമെന്ന് സൂചന. ചാവക്കാട് ലഹരിക്കടത്ത് സംഘത്തെ പോലീസ് തടഞ്ഞു. ഒരാൾ പോലീസ് പിടിയിലായി. 2 പേർ രക്ഷപ്പെട്ടു. കനാലിൽ ചാടിയ ഒരാളെ കണ്ടെത്താനായില്ല. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.